പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് പി എൻ ഗോപികൃഷ്ണൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തും വളരെ സജീവമായിട്ട് അക്കാദമിക് മേഖലയിൽ പ്രവർത്തിക്കുന്ന മലയാളികളുണ്ട്. അവരുടെ ധാരാളം വർക്കുകൾ ഇംഗ്ലീഷിൽ വരുന്നുണ്ട്. പലതും നമുക്ക് അജ്ഞാതവുമാണ്, നമുക്കറിയില്ല. ഡോക്ടർ എം പി പരമേശ്വരൻ പ്രയോഗിക്കുന്നൊരു വാക്കാണെങ്കിൽ അത് ഷെൽഫിലിരിക്കുന്ന അറിവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഞാനും ഷിജുവുമായിട്ട് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഷിജു പറഞ്ഞ് അവസാനിപ്പിച്ചൊരു കാര്യം, ഞാൻ മലയാളത്തിൽ എഴുത്ത് ഇതോടുകൂടി നിർത്തുകയാണ്, ഇനി ഈ പരിപാടിക്ക് ഞാനില്ല എന്ന് പറയും. അപ്പോൾ അതല്ല, ഇതൊരു തുടക്കമാണ്. ഷിജു മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന പലരും, സതീശായാലും അമിതായാലും അങ്ങനെ എനിക്ക് പേരെടുത്തറിയാവുന്ന ആരതി ആയാലും ഒക്കെ മലയാളത്തിൽ എഴുതണം. കാരണം മലയാളത്തിൽ നമുക്കൊക്കെ ഈ അറിവുകൾ ആവശ്യമുണ്ട്. പുതിയ വിജ്ഞാന മേഖലകൾ വരേണ്ടതുണ്ട്, ചർച്ചകൾ വികസിക്കേണ്ടതുണ്ട്. അതെ 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 അധികാര ബന്ധങ്ങളോടുള്ള ഒരു പ്രതിപ്രവർത്തനവും റിയാക്ഷനൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വികസിക്കേണ്ടതുണ്ട്. ഇത് പ്രത്യേകിച്ചും ഇതൊരു പുതിയ ജ്ഞാനമേഖല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പലർക്കും പരിചിതവുമായിരിക്കില്ല. അതുകൊണ്ട് ഇതിൻ്റെ മുഖവര വായിച്ചിട്ട് ഞാൻ ഷിജുവിനോട് പറഞ്ഞു, ഇത് പുസ്തകം വലിയ വിവാദങ്ങളും വലിയ ചർച്ചകൾക്കും സാധ്യതയുള്ളൊരു പുസ്തകമാണ് എന്നും പറഞ്ഞു. ആ രീതിയിൽ ഇത് വികസിക്കട്ടെ, പുതിയ ജ്ഞാനമേഖല തുറക്കട്ടെ. നവമലയാളി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ സ്വാതി, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതിനാണ്. അതിന് തുടർന്നും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ പി എൻ ഗോപികൃഷ്ണൻ, പുസ്തകം അവതരിപ്പിച്ച റീച്ചൽ, ശാസ്ത്രവും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ സംസാരിച്ച ഡോക്ടർ സജീവ് സുനന്ദൻ എന്നിവർക്കും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.